वृषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ ഉപശാന്തം എന്ന അടുത്ത ഒരു കാണ്ഡത്തിലെ പ്രധാനപ്പെട്ട ഒരു പാടലിലേക്ക് നമുക്ക് കടക്കാം. കാര്യങ്ങളേഴും ചേരുന്ന അവിദ്യയാമായ തന്നിൽ കാരണമേഴും വിദ്യാമായി ചേർന്നൊടുങ്ങും. വാസന രണ്ടുമിത്തം നിശേഷമായി ഒഴിഞ്ഞാൽ ആനന്ദസ്വരൂപത്തിൽ ആത്മോദയത്തെ കാണാം. അപ്പോൾ എപ്പോഴാണ് ആത്മോദയം ഉണ്ടാകുന്നത്? ആത്മാവിൻ്റെ ഉദയം നമ്മിൽ സാധകനിൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? കാര്യങ്ങളേഴും ചേരുന്ന അവിദ്യമായ, അപ്പോൾ മായാതത്വം, 7 കാര്യങ്ങളും അവിദ്യയിൽ ഒടുങ്ങുന്നു. അതിനെയാണ് നാം മായ എന്ന് പറയുന്നത്. ഈ മായ തന്നിൽ അവിദ്യയിൽ കാര്യങ്ങളേഴും ചേരുന്നു. പിന്നെ കാരണമേഴും വിദ്യാമായയിൽ ചേരും. അപ്പോൾ അവിദ്യാമായ എന്നും വിദ്യാമായ എന്നും രണ്ടുണ്ട്. അതിൽ അവിദ്യാമായയിൽ കാര്യങ്ങളാണ് ചേരുക. 7 കാര്യങ്ങൾ, അതായത് രൂപരസഗന്ധാദികളാകുന്ന പഞ്ച ഉപാധികൾ, പിന്നെ മനസ്സ്, ബുദ്ധി, ഇത് 7 കാര്യങ്ങളാണ്. ഈ 7 കാര്യങ്ങളും അവിദ്യയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മായയിലെ അവിദ്യയിൽ നിന്നാണ് ഈ 7 കാര്യങ്ങളും, അതായത് രൂപരസഗന്ധസ്പർശ ആദി 5 തലങ്ങൾ, പിന്നെ മനസ്സ്, ബുദ്ധി, ഇതെല്ലാം ഈ 7 തത്വങ്ങളും അവിദ്യയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ കാരണമേഴും വിദ്യാമായയിൽ ചേർന്നൊടുങ്ങും. വിദ്യാമായ, ആ വിദ്യാമായയിൽ ചേർന്നൊഴുങ്ങുന്ന കാരണങ്ങളാണ്. നമ്മൾ നേരത്തെ കാര്യകാരണ ഉപാധി പഠിച്ചതാണ്. ഈ കാരണങ്ങൾ, സത്താപത്തി തുടങ്ങിയ 7 കാരണങ്ങൾ, അത് വിദ്യാമായയിൽ നിന്നുണ്ടാകുന്ന സത്വമായ ആ ഈശ്വരീയമായ ഗുണഗണങ്ങളാണ്. ഈ 7 കാരണങ്ങളും വിദ്യാമായയിൽ നിന്നുണ്ടാകുന്നു. അവസാനം അവിദ്യാമായയും വിദ്യാമായയും അതിൻ്റെ മൂലമായ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നു. അങ്ങനെ അവിദ്യാമായയും അതേപോലെ വിദ്യാമായയും, അതായത് കാര്യകാരണങ്ങളെല്ലാം എവിടേക്ക് ചേരുന്നു? അതിൻ്റെ മൂലമായ ആത്മോദയത്തിൽ എത്തിച്ചേരുന്നു, ആത്മാവിൽ ലയിച്ചു ചേരുന്നു. അപ്പോൾ വാസന രണ്ടുമിത്തം നിശേഷമായി ഒഴിഞ്ഞു പോകുന്നു. എല്ലാ വാസനകളും ഒടുങ്ങിപ്പോകുന്നു. സാധാരണ നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നത് വാസനകളാണ്. കുമാരനാശാൻ നളിനിയിൽ പറയുന്നുണ്ട്, ജന്തുവിന് തുടരുന്നു വാസനാബന്ധം ഇങ്ങ് ഉടല് വീഴുവോളവും എന്നാണ് കുമാരനാശാൻ പാടുന്നത്. അതായത് മനുഷ്യൻ മരിക്കുന്നവരെ ഈ വാസനകൾ അവനെ പിന്തുടരും. ഈ വാസനകൾ എവിടേക്ക്? ആത്മാവിൽ, അതിൻ്റെ മൂലസ്ഥാനമായ ആത്മാവിൽ ലയിച്ചു ചേർന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ആനന്ദസ്വരൂപത്തിൽ ആത്മോദയം ഉണ്ടാകുന്നു. ആനന്ദസ്വരൂപനായി മാറി, ശിവപ്രജ്ഞനായി മാറി, ശിവജ്ഞാനിയായി മാറി, ശിവയോഗിയായി മാറി അയാൾ ആത്മോദയത്തിൽ എത്തിച്ചേരുന്നു. ആത്മാവിൻ്റെ ഉദയം അവിടെ പ്രകാശപൂർണമായി മാറുന്നു. ഇതാണ് തിരുമൂലദേവൻ ഈ മന്ത്രത്തിൽ പറയുന്നത്. നോക്കൂ, കാര്യങ്ങളേഴും ചേരുന്ന അവിദ്യമായ തന്നിൽ കാരണമേഴും വിദ്യമായി ചേർന്നൊടുങ്ങും. വാസന രണ്ടുമിത്തം നിശേഷം ആയി ഒഴിഞ്ഞാൽ ആനന്ദസ്വരൂപത്തിൽ ആത്മോദയത്തെ കാണാൻ കഴിയും. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. അതായത് നോക്കൂ, കാര്യകാരണോപാധികളെല്ലാം തന്നെ അതിൻ്റെ മൂലത്തിൽ
ആത്മാവിൽ ലയിച്ചു ചേരുമ്പോൾ എന്ത് പറ്റുന്നു? ചിത്തം ഉപശാന്തമാകുകയും ആത്മോദയം സംഭവിക്കുകയും ചെയ്യുന്നു. കാര്യകാരണോപാധികളെല്ലാം തന്നെ അതിൻ്റെ മൂലത്തിൽ ഒടുങ്ങുന്നു. കാര്യോപാധികൾ ഏഴും ലയമാർന്ന വിദ്യാതത്വത്തിൽ കാരണോപാധികൾ ഏഴും അടങ്ങിയ ചിതാകാശമെന്ന ശിവപ്രജ്ഞ തെളിയും. ആ നിലയിൽ സ്വസ്വരൂപജ്ഞാനം തെളിഞ്ഞ് കാര്യകാരണ ഉപാധികളെല്ലാം ആത്മാവിൽ ലയിച്ചു ചേരുന്നു. ഇതിനെ തിരുമൂലദേവൻ ഒരു അലങ്കാര കൽപ്പനയിലൂടെയാണ് ചിത്രീകരിക്കുന്നത്. അത് തർജ്ജമയിൽ വിട്ടുപോയി. പാരണവും ഉപശാന്തമാകും. പാരണം പോലെ, അതായത് പാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപവാസം കഴിഞ്ഞിട്ട് നീണ്ട നാളൊക്കെ ഉപവാസം അനുഷ്ഠിച്ചതിന് ശേഷം ആ ഉപവാസം അവസാനിപ്പിക്കാൻ വേണ്ടി ആ ഉപവാസത്തിൻ്റെ അവസാനം ജലപാനം ചെയ്യും. അതിനാണ് പാരണ വീടുക എന്നാണ് അതിന് പറയുക. പാരണ വീടുക. ആ പാരണ വീടുക എന്നുള്ളത് ആത്മോദയത്തിൻ്റെ ആരംഭമാണ്. അതായത് ഒരു സാധകൻ ഉപവാസം അനുഷ്ഠിച്ചതിന് ശേഷം ഉപവാസത്തിൻ്റെ അവസാന നിമിഷത്തിൽ ആ പാരണ വീടുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതായത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. അങ്ങനെ ആദ്യ ഭക്ഷണം കഴിക്കുന്നതിനെയാണ് പാരണ വീടൽ എന്ന് പറയുന്നത്. ആ പാരണ വീടലാകുന്ന ഉപശാന്തം, ചിത്തത്തിൻ്റെ ഉപശാന്തം സാധകന് ലഭിക്കുന്നു. അപ്പോൾ അതോടെ ആത്മോദയം സംഭവിക്കുന്നു. ഇതാണ് തിരുമൂലദേവൻ ഈ പ്രധാനപ്പെട്ട ഉപശാന്തം എന്ന കാണ്ഡത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇവിടെ തിരുമൂലദേവൻ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം ഇതാണ്. അതായത് കാരണങ്ങളേഴും അതിൻ്റെ മൂലമായ ആത്മാവിൽ ലയിച്ചു ചേരുകയും അങ്ങനെ ചിത്തം ഉപശാന്തമായി തീരുകയും ചെയ്യുന്നു. ചിത്തം ഉപശാന്തമായി തീരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആത്മോദയം, ശിവപ്രജ്ഞ തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഭാരതീയ തത്വചിന്തയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവിദ്യ. നമുക്ക് അവിദ്യ എന്താണ് എന്ന് ഭാരതീയ തത്വചിന്തയിൽ എന്താണ് വിശദമാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ വിദ്യാതത്വവുമുണ്ട്, അവിദ്യാതത്വവുമുണ്ട്. അവിദ്യാതത്വം നമ്മെ മായയിലേക്ക് അല്ലെങ്കിൽ അജ്ഞാനത്തിലേക്ക് സ്ഥിരം നയിക്കുന്നു. എന്നാൽ വിദ്യാതത്വം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ഇവിടെ ഇത് ഏറ്റവും നന്നായിട്ട് വിശദീകരിക്കുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ അദ്ദേഹം പാടുന്നൊരു ഭാഗമുണ്ട്. നോക്കൂ. സംസാരകാരിണിയായത് അവിദ്യ, സംസാരനാശിനിയായത് വിദ്യ. ഇതാണ് പറയുന്നത്. എന്താണ് വിദ്യ എന്നുള്ളതിനെ തുഞ്ചത്ത് എഴുത്തച്ഛൻ നിർവചിക്കുകയാണ്. സംസാരകാരിണിയായതാണ് അവിദ്യ. സംസാരമുണ്ടാക്കുന്നത്, ഈ ലോക ജീവിതത്തിലെ മായാ ജീവിതത്തെ സൃഷ്ടിക്കുന്നത് അവിദ്യയാണ്. സംസാരത്തെ നശിപ്പിക്കുന്നത് വിദ്യാതത്വമാണ്. അപ്പോൾ സംസാരത്തെ നശിപ്പിക്കുന്നത് വിദ്യ. ഇതാണ് അവിദ്യയും വിദ്യയും തമ്മിലുള്ള വ്യത്യാസം. ഈ അവിദ്യയെക്കുറിച്ചിട്ട് ഭാരതീയ തത്വചിന്തയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കുറച്ചൊന്ന് നമുക്ക് ഒന്ന് നോക്കാം. ശ്രദ്ധിക്കൂ. അറിവില്ലായ്മ എന്ന സാധാരണമായ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഈ പദത്തിന് അദ്വൈതികളും മറ്റു ദാർശനികരും സാങ്കേതികമായ അർത്ഥവിവക്ഷ നൽകിയിട്ടുണ്ട്. അനാദിയും ഭാവരൂപവും വിദ്യ കൊണ്ട് ഇല്ലാതാക്കാവുന്നതുമായ തത്വമെന്ന നിലയിലാണ് ഈ പദം അദ്വൈതത്തിൽ പ്രയോഗിക്കപ്പെടുന്നത്. അനാദിഭാവ രൂപജ്ഞാന നിവൃത്തിയ അവിദ്യ എന്നാണ് അദ്വൈത സിദ്ധിയിൽ ഇതിനെ നിർവചിക്കുന്നത്. ബ്രഹ്മവും അവിദ്യയും അനാദിയാണെങ്കിലും ബ്രഹ്മത്തെ ഒന്നുകൊണ്ടും മാറ്റാനാവില്ല. എന്നാൽ അവിദ്യയെ വിദ്യ കൊണ്ട് മാറ്റാം. അതുകൊണ്ട് തന്നെ ഇവ ഭിന്നമാണ്.
ജ്ഞാനത്തിൻ്റെ അഭാവം എന്നർത്ഥമല്ല അവിദ്യയ്ക്കുള്ളത്. അതിനാലാണ് ഭാവരൂപമെന്ന് പറഞ്ഞത്. അവിദ്യയുടെ ആശ്രയവും വിഷയവും ഏത് എന്നതിനെക്കുറിച്ച് വേദാന്തികളായ പ്രകാശാത്മയതിയും വാചസ്പതി മിശ്രനും വിശദമാക്കുന്നുണ്ട്. ഇവരുടെ ചിന്താപദ്ധതികളിൽ വിവരണ പ്രസ്ഥാനമെന്നും ഭാരതീ പ്രസ്ഥാനമെന്നും പേരുകളിൽ അറിയപ്പെടുന്നു. അവിദ്യയുടെ വിഷയം ബ്രഹ്മമാണെന്ന് ഇരുവരും പറയുമ്പോൾ ആശ്രയത്തെക്കുറിച്ചിട്ട് അഭിപ്രായഭേദം പ്രകടിപ്പിക്കുന്നു. ബ്രഹ്മത്തെ തന്നെയാണ് ആശ്രയമായി പ്രകാശാത്മയതി കണക്കാക്കുന്നത്. എന്നാൽ വാചസ്പതി മിശ്രൻ്റെ അഭിപ്രായത്തിൽ ആശ്രയം ജീവനാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേരുടെയും ചിന്താപദ്ധതികൾ തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം. സത്വ രജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് അവിദ്യ. ആവരണശക്തി, വിക്ഷേപശക്തി എന്ന രണ്ടെണ്ണം ഇതിനുണ്ടെന്നും അതിൽ ആദ്യത്തേത് തമോ ഗുണവും രണ്ടാമത്തേത് രജോ ഗുണവുമാണെന്നും അതിനോടുകൂടി സത്വഗുണം ചേരുമ്പോഴാണ് വ്യാവഹാരിക ജ്ഞാനമുണ്ടാകുന്നതെന്നും പറയപ്പെടുന്നു. അവിദ്യയാണ് പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണം. അതിൻ്റെ പരിണാമമാണ് ജഗത്ത്. ജഗത്ത് ജീവിതത്തിലെ പ്രാരബ്ധ കർമ്മങ്ങൾ അടങ്ങുന്നതോടെ സത്വരജോ ഗുണങ്ങൾ ഇല്ലാതാവുകയും സത്വഗുണം മാത്രം പ്രകാശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നു. ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നതോടെ അവിദ്യ ഇല്ലാതാവുന്നു. പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പ്രതിപാദിക്കുന്ന പഞ്ചക്ലേശങ്ങളിൽ ഒന്നായിട്ടും അവിദ്യയെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവിദ്യ, അസ്മിത, അതായത് ഞാനെന്ന ഭാവം, പിന്നെ വേഷം, പിന്നെ അഭിനിവേശം എന്നിവയാണ് പഞ്ചക്ലേശങ്ങൾ. ഇവയിൽ അവിദ്യയെ കാരണമായും മറ്റുള്ളവയെ കാര്യമായിട്ടും കണക്കാക്കിയിരിക്കുന്നു. എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അവിദ്യയാണെന്ന് സാരം. സാങ്ഖ്യദർശനത്തിലും അവിദ്യയെ പഞ്ചക്ലേശങ്ങളിൽ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നു. ഇതാണ് ഭാരതീയ തത്വചിന്തയിൽ അവിദ്യയെക്കുറിച്ച് ഏറെക്കുറെ സംക്ഷിപ്തമായി പറഞ്ഞ കാര്യങ്ങൾ. ഇതാണ് തിരുമൂലദേവൻ വളരെ ചുരുക്കി സംഗ്രഹിച്ച് ഈ പാടലിൽ വിശദീകരിക്കുന്നത്. അതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. അതായത് കാര്യങ്ങളേഴും കാരണങ്ങളേഴും അതിൻ്റെ മൂലമായ ആത്മാവിൽ ലയിച്ച് ചേരുമ്പോൾ ചിത്തം ഉപശാന്തമാകുകയും ആത്മോദയം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചിത്തത്തെ ഉപശാന്തമാക്കണം. ചിത്തത്തെ ഉപശാന്തമാക്കിയാൽ മാത്രമേ ആത്മോദയം, ആത്മാവിൻ്റെ ഉദയം നടക്കുകയുള്ളൂ. അതുവരെ ആത്മാവ് മറഞ്ഞു കിടക്കുകയായിരിക്കും. ആ മറഞ്ഞു കിടക്കുന്ന ആത്മാവിനെ വീണ്ടും തെളിച്ച് പ്രകാശിപ്പിക്കുകയാണ് നമ്മുടെ സാധനയുടെ എല്ലാം ലക്ഷ്യം. തിരുമന്ത്രത്തിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. അതായത് ഉദയം സംഭവിക്കുക സാധകനിൽ. ഇതാണ് തിരുമൂലദേവൻ ഈ ഉപശാന്തം എന്ന കാണ്ഡത്തിലെ ഈ പാടലിൽ നമ്മളോട് പറയുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.